തെന്മല ഗ്രാമപഞ്ചായത്തിലെ ഒറ്റക്കൽ SVK LP സ്കൂളിന് പിൻവശത്തും മാതാജി നഗറിലെ റബ്ബർ തോട്ടത്തിലും വർഷങ്ങളായി കാട് മൂടിക്കിടക്കുന്നത് കുട്ടികൾക്കും പരിസരവാസികൾക്കും ഭീഷണിയായി. വിഷപ്പാമ്പുകളുടെയും പുലിയടക്കം വന്യജീവികളുടെയും ആവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഈ കാട്. കാട് കാരണം പകൽ സമയത്ത് പോലും റോഡിലൂടെ കാൽനടക്കാർക്കും ചെറുവാഹനങ്ങൾക്കും പോകാൻ കഴിയാത്ത തരത്തിൽ കാട്ടുപന്നികളുടെ ആക്രമണവും പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. പിന്നെ പുലി വരും, മനുഷ്യൻ പോകാനൊക്കത്തില്ല. ഇന്നലെ വിളിച്ച് പറയുന്നു ഭയങ്കര ശല്യമാണ്. രാത്രിയായാൽ ഇറങ്ങണ്ട, പകലും ഇറങ്ങണ്ട. വിശ്വസിച്ച് എപ്പോൾ നോക്കിയാലും എൻ്റെ അയ്യത്തൂടെ ഇങ്ങനെ ഇറക്കും. എന്തോ പെരുമ്പാമ്പ്, പത്തിക്കാരന് എല്ലാം ഉണ്ട്, എല്ലാ സൈസുകളും ഉണ്ട്. പരാതിയൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. ഇതുവരെ കൊടുത്തിട്ടില്ല. അവർ ഇങ്ങനെ വന്ന് വെട്ട് സമയത്ത് അവർ ഇച്ചിരി കാട് തെളിക്കും. ഇപ്പോൾ വെട്ടാതെ കിടക്കുക. ഇതിൻ്റെ ഇവിടെയും വിടില്ല. തിരുവനന്തപുരത്തോ എവിടെയോ പിന്നെ വെട്ടുകാരാ വെട്ടുന്നത്. ഞങ്ങൾക്ക് ആ ചൂടയില്ല. ഞങ്ങൾക്ക് 2-3-4 വീട്ടുകാർക്ക് ആ ശല്യം. ഞങ്ങൾ അപ്പുറത്ത് ആ വീട്ടുകാർ, ഞാൻ ആ വീട്ടിലില്ല. ഭയങ്കര ശല്യം. ഒറ്റയ്ക്കൊക്കെ കിടക്കാൻ പേടി. ഒറ്റകളൊക്കെ എനിക്ക് കൂട്ടിനുണ്ട്. പാമ്പനെ കണ്ടുപിടുന്നാണ് പിടിച്ചത്. ഇത്രയും മുട്ടയും കുഞ്ഞും വലിയൊരു പിന്നെ പത്തിക്കാരനായിരുന്നു. മിക്കവാറും രാത്രി ഓരോരുത്തർ വിളിക്കും. ഞങ്ങൾ ആ പെരുമ്പാമ്പ് കിടക്കുന്ന റോഡിലൊന്നും പറയും. നമ്മളിറങ്ങത്തില്ല, നമുക്ക് പേടിയില്ലേ, ഞങ്ങളിറങ്ങത്തില്ല. പിന്നെ എല്ലാ മൃഗങ്ങളുണ്ട്. പേടിച്ച് ഇവിടെയൊക്കെ ഞങ്ങൾ വിറവിന് പോകുന്നത്. ഇപ്പോൾ ഒന്നും കാണാൻ വയ്യ. ഇത് കാരണം പേടിച്ച് ഒന്നിനും ഇറങ്ങാൻ വയ്യാത്ത വിധമാണ്. അതുകൊണ്ട് എങ്ങനെയായാലും നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. അത്ര പറയാനുള്ളത്. ഒന്നും ഓർമ്മയില്ല. അവിടെ ആണെങ്കിൽ മുറ്റത്താ പള്ളിക്കൂടം. ആ പള്ളിക്കൂടത്തിൽ കുട്ടികൾ വരുന്നത് പേടിച്ചാണ് വരുന്നതും, കുഞ്ഞുങ്ങൾ. പിന്നെ അതുപോലെ അവിടെ എല്ലാം ഉണ്ട്. ഞങ്ങൾക്കും വഴിയേ പോകണ്ട. താഴോട്ട് പോയാൽ അവിടെ എല്ലാം ഇതാ. രാത്രി സമയത്ത് വരുന്നവർ പുലിയെ വഴി വെച്ച് കാണുന്നത് സ്കൂട്ടിയെ വരുമ്പോൾ. സ്കൂൾ അധികൃതർ ഉൾപ്പെടെയുള്ളവരുടെ പരാതിയെ തുടർന്ന് കാട് നീക്കം ചെയ്യാൻ പഞ്ചായത്ത് സ്ഥലമുടമയെ അറിയിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഇനി പഞ്ചായത്ത് ചെലവിൽ കാട് നീക്കി ചെലവ് തുക ഉടമയിൽ നിന്നും ഈടാക്കുന്ന നടപടി സ്വീകരിക്കുമെന്ന് വാർഡ് മെമ്പർ S. ആരോമൽ പറഞ്ഞു. ഈ വിഷയം സ്കൂൾ അധികൃതരും നാട്ടുകാരും നമ്മളോട് പല ഘട്ടങ്ങളിലായി സൂചിപ്പിച്ചതാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ഇതിൻ്റെ ഉടമസ്ഥൻ്റെ നമ്പർ എടുക്കുകയും, അപ്പോൾ അദ്ദേഹം ഈ സ്ഥലത്തില്ലാത്ത ആളാണ്. അദ്ദേഹത്തെ ഫോണിലൂടെ ബന്ധപ്പെടുകയും അദ്ദേഹത്തിനോട് ഈ കാട് വെട്ടി നീക്കം ചെയ്ത് തരണം. ജന്തുക്കളുടെ വലിയ ഒരു ആവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അതുപോലെ ഇതിൻ്റെ പ്രദേശത്ത് താമസിക്കുന്ന വീട്ടുകാർക്കെല്ലാം അപ്പോൾ ഇത് വലിയ നിലയിലേക്ക് പ്രദേശവാസികൾക്കും വലിയ നിലയിലേക്കൊരു ഉപദ്രവമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ സ്കൂൾ തുറക്കുന്ന ഈ സമയത്ത് തന്നെ ഇതിൻ്റെ ഉടമസ്ഥനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ കാര്യം വിളിച്ച് ധരിപ്പിച്ചിരുന്നു. അപ്പോൾ അവരതെല്ലാം വെട്ടി മാറ്റി തരാമെന്നെല്ലാം പറഞ്ഞത് അല്ലാതെ അതിനകത്ത് കൃത്യമായി ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല. അപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലെ പുതിയ ഹൈക്കോടതി ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ പഞ്ചായത്ത് ഭരണസമിതി വലിയ കർശനമായ നടപടി ഈ കാര്യത്തിനകത്ത് പിന്നെ ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇവർ ഈ കാട് നീക്കം ചെയ്തില്ലെങ്കിൽ പഞ്ചായത്ത് തന്നെ ഈ കാട് നീക്കം ചെയ്യുകയും അതിൻ്റെ തുക ഇവരിൽ നിന്ന് തന്നെ ഈടാക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്.